നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകം. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണെന്ന് പോലീസ്. കൊട്ടിയത്ത് വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും മോശമായി പെരുമാറിയതായി പരാതി. ലോറി കാറിലിടിച്ച് അപകടപ്പെടുത്താനും ശ്രമം. ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്നും പരാതി. ലോറി ഡ്രൈവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയും കേസ്. വ്യത്യസ്ത കേസുകളിൽ MDMAയുമായി 4 പേർ പിടിയിൽ. ഓച്ചിറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുംഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം നടന്നത്. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണ്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് അനുജൻ ജ്യേഷ്ഠനെ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇരവിപുരം തെക്കുംഭാഗം ഉണ്ണുണ്ണി ജംഗ്ഷൻ കോൺവെന്റ് നഗർ 11 താമസിക്കുന്ന അനിൽകുമാറിനെയാണ് സഹോദരൻ കെനിൽ കൊലപ്പെടുത്തിയത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണ് അനിൽകുമാറും കെനിലുമെന്ന് പോലീസ് പറഞ്ഞു. അമ്മ ജസീന്തയ്ക്കൊപ്പം ഇരുവരും ഒരേ വീട്ടിലായിരുന്നു താമസം. സഹോദരങ്ങൾ തമ്മിൽ വാക്കുതർക്കവും അക്രമ സംഭവങ്ങളും പതിവായിരുന്നെന്നും പോലീസ് പറയുന്നു. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും സഹോദരി സിനിയെത്തി കഴിഞ്ഞ ദിവസം തർക്കം പരിഹരിച്ചു. എന്നാൽ പിന്നാലെ വീണ്ടുമുണ്ടായ തർക്കത്തിന് ഇടയിൽ കെനിൽ മരക്കഷ്ണം കൊണ്ട് അനിൽകുമാറിന്റെ തലയ്ക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനിലിനെ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കെനിലിനെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ ആശ്രാമത്തെ കസ്റ്റോഡിയൻ ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റിയതായി ഇരവിപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേശീയപാത ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്ന സംഗമം നടത്തി. ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷനിൽ മൺതിട്ട കെട്ടിയുള്ള അടിപ്പാത ഒഴിവാക്കി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത്. ദേശീയപാതയിൽ പന്മന ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷനിൽ മൺതിട്ട കെട്ടിയുള്ള അടിപ്പാത ഒഴിവാക്കി പില്ലറിലുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയപാത ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്ന സംഗമം നടത്തിയത്. CPM ചവറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി R. രവീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സന്ദർശിച്ചിട്ടുള്ള 2 ദിവസം താമസിച്ചിട്ടുള്ള പത്മന ആശ്രമവും അതേപോലെ തന്നെ നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീ ചട്ടമ്പിസ്വാമി സമാധിയായിട്ടുള്ള ഹൈസ്കൂളും അതോടൊപ്പം തന്നെ കണ്ണംകുളങ്ങര ക്ഷേത്രവും ഗ്രാമപഞ്ചായത്ത് ഓഫീസും ചിറ്റൂർ UP സ്കൂളും അതേപോലെ തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാട്ടിൽ മേക്കലിൽ ക്ഷേത്രത്തിനുമൊക്കെ ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാദൃശ്യമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റു പലയിടങ്ങളിലും അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ന്യായം പറയുമ്പോൾ അതിനെ വിശദീകരിക്കപ്പെടുമ്പോൾ ഇടപ്പള്ളി കോട്ടയിൽ സമരം ആരംഭിച്ച സമയത്ത് നമ്മൾ ഉയർത്തിയ സമരപ്പന്തൽ നമ്മൾ ലക്ഷ്യം കാണാതെ പൊളിക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനത്തിന്റെ കരളുറപ്പിന്റെ അടയാളമാണ് ഇന്നും ഇടപ്പള്ളി കോട്ടയിൽ ഈ ഐക്യവും കൂട്ടായ്മയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏത് പ്രതിസന്ധികളെ നേരിടാനും ഏത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ഏത് ഭീഷണികളെ കൈകാര്യം ചെയ്യുവാനും സജ്ജമായ ഒരു മനസ്സുള്ള ജനത അവർ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയ കൊടിയുടെ അടയാള മനോഹാരിതയാണ് ഐക്യപ്പെടൽ എന്ന നിലയിലേക്ക് ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ കരുത്തു പിടിപ്പിക്കുന്നത്. RSP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ സമരത്തിന്റെ ഒരു ആത്യന്തികമായ റിസൾട്ടാണ് ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത എന്നുള്ളത് യാഥാർത്ഥ്യമായി. അത് പ്രഖ്യാപിക്കുന്ന ഒരു വേള നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ പൊതുജനങ്ങളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ തരത്തിലുള്ള മനുഷ്യരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ അനന്തരഫലമായി ഇവിടെ ഈ സമരം ആരംഭിക്കപ്പെട്ട സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. DCC ജില്ലാ സെക്രട്ടറി കോഞ്ചേരി ശംസുദ്ദീൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വെറ്റമുക്ക് സോമൻ, മുസ്ലിം ലീഗ് നേതാവ് MA കബീർ, ചെങ്ങരത്ത് കോയാക്കുട്ടി,
നജാം കാളിയടയ്യത്ത, ക്ലെമന്റ് ബാബു, താഹ മുളമൂട്ടിൽ, ബി ഷമീർ, എം വി പ്രസാദ്, കിണറുള്ള സലാഹുദ്ദീൻ, ഇഷാം സംസം, മുളന്താജത്ത് കബീർ, താഹ ഇടപ്പള്ളി, അൻവർ സാദത്ത്, രമണൻ പൊന്മന, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും മോശമായി പെരുമാറുകയും ലോറി കാറിലിടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെയും ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്ന പരാതിയിൽ 8 പേർക്കെതിരെയും കേസെടുത്തു. കാറിൽ യാത്ര ചെയ്ത വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും അപമര്യാദയായി പെരുമാറുകയും ലോറി കൊണ്ട് കാറിൽ ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെയും ലോറി വഴിയിൽ തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്ന പരാതിയിൽ കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയും കൊട്ടിയം പോലീസ് കേസെടുത്തു. ടാങ്കർ ലോറി ഡ്രൈവർ തൃശൂർ സ്വദേശി ജോഷി തോമസിനെതിരെയും ഇയാളെ മർദ്ദിച്ചെന്ന പരാതിയിൽ കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. കഴിഞ്ഞ രാത്രി 10:30 തട്ടാമലയിലായിരുന്നു സംഭവം. തട്ടാമലയ്ക്കടുത്ത് വെച്ച് പഞ്ചായത്ത് അംഗവും ഭർത്താവും വന്ന കാറിന് ടാങ്കർ ലോറി സൈഡ് നൽകിയില്ലെന്നും ഇത് ചോദ്യം ചെയ്തതിന് കാറിലുള്ളവരെ അസഭ്യം പറയുകയും ലോറി കൊണ്ട് കാറിൽ ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ് സംഭവങ്ങൾക്ക് തുടക്കം. തർക്കത്തിന് ശേഷം പോയ ലോറി മേവറത്തിനടുത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായാണ് ഡ്രൈവർ പോലീസിന് പരാതി നൽകിയത്. ഇരുകൂട്ടരുടെയും പരാതിയിൽ കേസെടുത്ത പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMAയുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. ഓച്ചിറ ക്ലാപ്പനയിലെ വീട്ടിൽ നിന്നുമാണ് 2.96 ഗ്രാം MDMAയുമായി മൂവർ സംഘം പിടിയിലായത്. ഓച്ചിറ തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ഓച്ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കോളേജുകൾ കേന്ദ്രീകരിച്ച് വിതരണത്തിന് എത്തിച്ച ലഹരിയാണ് പിടികൂടിയത്. MDMAയുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. ക്ലാപ്പന, വരവിള, തച്ചക്കാട്ട് വടക്കതിൽ നിധിൻ, ആലുംപീടിക, പ്രയാർത്തേക്ക് നന്ദനത്തിൽ അഭിഷേക്, തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് ചന്ദ്രധാരയിൽ അർച്ചന്ത് എന്നിവരെയാണ് ഓച്ചിറ പോലീസും കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് അപ്പ് സംഘവും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ നിധിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് എത്തിച്ച് സൂക്ഷിച്ചിരുന്ന 2.96 ഗ്രാം MDMAയുമായി മൂവർ സംഘം പിടിയിലായത്. ഓച്ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണത്തിനെത്തിച്ച ലഹരിയാണ് പിടികൂടിയത്. ഡാൻസ് അപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അർച്ചന്തിനെതിരെ MDMA കേസ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. SI കണ്ണന്റെ നേതൃത്വത്തിലുള്ള കൊല്ലം സിറ്റി ഡാൻസ് അപ്പ് സംഘവും ഓച്ചിറ SHO സുജാതൻ പിള്ളയുടെയും കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ അനൂപിന്റെയും നേതൃത്വത്തിൽ SI അനീഷ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വാടക വീട്ടിൽ നിന്നും 17.05 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി അനൂപിനെയാണ് ഓച്ചിറ ചങ്ങൻകുളങ്ങരയിലെ വാടക വീട്ടിൽ നിന്നും കൊല്ലം ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. ഓച്ചിറയിലെ വാടക വീട്ടിൽ നിന്നുമാണ് 17.05 ഗ്രാം MDMAയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ത്രിവേണി ജംഗ്ഷനിൽ മാളിയേക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം വൈക്കം സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. 2018 മുതൽ ഇയാൾ വാടകയ്ക്ക് ഓച്ചിറ ചങ്ങൻകുളങ്ങരയിൽ താമസിച്ചു വരികയാണ്. രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഞ്ചലിൽ ജപ്തി ചെയ്ത വീട്ടിൽ PS സുബാൽ MLAയുടെ സന്ദർശനം. കഴിഞ്ഞ ദിവസമാണ് അഞ്ചൽ കാച്ചാണിയിൽ ജിഷയുടെ വീട് ജപ്തി ചെയ്തത്. കുടുംബത്തെ ആരും ഇറക്കിവിടില്ലെന്നും ജപ്തി നടപടി നിർത്തിവെപ്പിച്ചതായും MLA പറഞ്ഞു. കേരള ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിലാണ് ആശ്വാസവുമായി PS സുബാൽ MLA എത്തിയത്. അഞ്ചൽ കാച്ചാണിയിലെ ജിഷയുടെ വീടാണ് PS സുബാൽ MLA സന്ദർശിച്ചത്. മാനുഷിക പരിഗണന പോലും നൽകാതെ ബാങ്ക് ജീവനക്കാരുടെ ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുടുംബത്തെ ആരും ഇറക്കിവിടില്ലെന്നും ബാങ്കുമായി സംസാരിച്ച് ജപ്തി നടപടി നിർത്തിവെപ്പിച്ചതായും MLA പറഞ്ഞു. വായ്പ മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് അധികാരികൾ ഇന്ന് ജിഷയുടെ വീട്ടിലെത്തി വീട് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയെല്ലാം പുറത്തിറക്കി ഈ ജപ്തി നടപടി നടത്തിയത് തികച്ചും തെറ്റായൊരു രീതിയിൽ സമീപനമാണ്. ഒരു തരത്തിലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് അവർ. കോവിഡിന് മുമ്പ് ഒരു വായ്പ എടുത്തതാണ്. അത് പശുവിനെ വളർത്തി ജീവിക്കാൻ വേണ്ടിയാണ്.
കോവിഡ് സാഹചര്യം എല്ലാവരെയും സാമ്പത്തികമായി ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബാങ്കുകളാണ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇളവ് നൽകേണ്ടത്. മാത്രമല്ല, അങ്ങനെ വായ്പ എടുത്ത് വാങ്ങിയ പശുക്കൾ പലതും ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്നൊക്കെ കുറേ കിട്ടിയ പൈസ അവർ അടച്ചിട്ടുണ്ട്. പിന്നെ ഒരു തരത്തിലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് ആ പൈസ അടയ്ക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി ഇളവ് കൊടുത്തുകൊണ്ട് അടയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ബാങ്ക് അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഈ പാവപ്പെട്ട ആളുകളെ വൈകിട്ട് വന്ന് 5 മണിക്കും 6 മണിക്കും വന്ന് അവരെ വഴിയാധാരമാക്കുന്ന നിലപാടല്ല സ്വീകരിക്കണം. MLAയുടെ ഇടപെടൽ വീട്ടുകാർക്ക് ആശ്വാസമായി. തുടർ നടപടികൾ ബാങ്കുമായി സംസാരിച്ച് തീരുമാനിക്കും. AYFന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കുടുംബത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനവും നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് ബാങ്കാണെങ്കിലും ശക്തമായിട്ട് അത്തരം സമീപനങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്താക്കിയ ഈ കുടുംബത്തെ ബന്ധപ്പെട്ട് വീണ്ടും വീട്ടിനകത്തേക്ക് കയറ്റാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ AYFന്റെ വ്യവസായികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ബാങ്ക് അധികാരികളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഈ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരു സമീപനവും ബാങ്ക് അധികാരികൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അതിനെ കർശനമായിട്ട് നേരിടാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും അവരെങ്ങോട്ടാണ് പോകേണ്ടത്? അവർ റോഡിൽ ഇറങ്ങി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? ബാങ്ക് ജീവനക്കാർ പൂട്ടിയ വീട് കഴിഞ്ഞ ദിവസം AYF പ്രവർത്തകരാണ് പൂട്ടുപൊളിച്ച് വീട്ടുകാരെ വീടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം ലിജു ജമാൽ, മണ്ഡലം സെക്രട്ടറി S. സന്തോഷ്, ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലെനു ജമാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, V. അജിവാസ്, P. അജിത്ത്, ബാബു ഫിലിപ്പോസ്, മണി തിലകൻ, മൊയ്തു അഞ്ചൽ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെരുവ് നായ വഴിയാത്രക്കാരെയും നിരവധി നായകളെയും കടിച്ചു. നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് സംശയം. ഇതോടെ പേവിഷബാധയിൽ ഭയന്ന് കഴിയുകയാണ് നാട്ടുകാർ. കൊട്ടിയത്താണ് നായ യാത്രക്കാരെയും നായകളെയും കടിച്ചത്. കൊട്ടിയത്താണ് തെരുവുനായ നിരവധി നായകളെയും വഴിയാത്രക്കാരെയും ആക്രമിച്ചത്. വിഷബാധയേറ്റതെന്ന് സംശയിക്കുന്ന നായയാണ് യാത്രക്കാരെയും തെരുവുനായകളെയും കടിച്ചത്. ഇതേ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. നായയുടെ കടിയേറ്റവർ ആശുപത്രികളിൽ ചികിത്സ തേടി. തെരുവുനായകൾക്കും നായയുടെ കടിയേറ്റതോടെ ആളുകൾ പരിഭ്രാന്തിയിലുമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി ലോട്ടറികൾ അപഹരിച്ചു. ചവറ കൊട്ടുകാട് മുഖമൂടിമുക്ക് റോഡിൽ പെട്ടിക്കട നടത്തുന്ന വിക്രമൻ പിള്ളയുടെ കടയിലെ ലോട്ടറികളാണ് മോഷ്ടിച്ചത്. കൊട്ടുകാട് മുഖംമൂടിമുക്ക് റോഡിൽ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷന് സമീപം പെട്ടിക്കട നടത്തുന്ന വിക്രമൻ പിള്ളയുടെ കടയിൽ നിന്നുമാണ് 30ഓളം ലോട്ടറി ടിക്കറ്റുകൾ അപഹരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഒരു പയ്യൻ വന്ന് റിസൾട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ കിടക്കുമെന്ന്. അന്നേരം ഞാൻ സാധനം എടുത്തിട്ട് അകത്ത് കഴിച്ചപ്പം ഇവിടെ 30 ടിക്കറ്റ് ഇടുന്നു. അത് മൊത്തം എടുത്താൽ കൊണ്ടുപോയി. ഞാൻ തിരിച്ചെന്നപ്പം സാധനം ഇല്ലാതെ വിളിച്ചപ്പം അവൻ ഓടിപ്പോയി. ബൈക്ക് എടുത്തുകൊണ്ട് കുറെ കാലം ടൈം കിട്ടുകൊണ്ടിരുന്ന ടിക്കറ്റാണ്. നല്ലപോലെ ഏർപ്പാട് ചെയ്ത് ഇനം പോലൊക്കെ വന്നിട്ട് 5 ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അത് ഞാൻ പോട്ടെന്ന് വിചാരിച്ച്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പായി. ബൈക്കിലെത്തിയ യുവാവ് ലോട്ടറി റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തട്ടയിലുണ്ടെന്ന് വിക്രമൻ പറഞ്ഞു. ഈ സമയം തട്ടിൽ 30ഓളം ടിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. വിക്രമൻ പിള്ള കടയിലോട്ട് കയറിയ സമയത്ത് 30 ടിക്കറ്റുകളും എടുത്ത് യുവാവ് ബൈക്കിൽ കയറി പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കല്ലിനിടയിൽ കുടുങ്ങിയ കടലാമയെ രക്ഷപ്പെടുത്തി കടലിലേക്ക് അയച്ചു. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്താണ് സംഭവം. സമീപവാസിയും സുഹൃത്തുക്കളും ചേർന്നാണ് ആമയെ രക്ഷപ്പെടുത്തിയത്. കല്ലിനിടയിൽ കുടുങ്ങിയ ആമയെയാണ് രക്ഷപ്പെടുത്തി തിരികെ കടലിലേക്ക് വിട്ടത്. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്തെ പുലിമുട്ടുകൾക്കുള്ളിലെ കല്ലുകൾക്കിടയിലാണ് കടലാമ കുടുങ്ങിയത്. സമീപവാസിയായ ജയൻ മൈക്കിൾ ആമ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് കല്ലുകൾക്കിടയിൽ നിന്ന് ആമയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 4 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. BM and BC നിലവാരത്തിലാണ് റോഡുകൾ നവീകരിച്ചത്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓച്ചിറ, ക്ലാപ്പന, ആലപ്പാട് പഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലും ഉൾപ്പെടുന്ന
നിർമ്മാണം പൂർത്തീകരിച്ച കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ തുടങ്ങി പണിക്കർക്കടവ് പാലം വഴി വടക്കേനട അമ്പലം കല്ലുമൂട്ടിൽ കടവ് പബ്ലിക് ഓഫീസ് റോഡ്, വടക്കേനട CFA ഗ്രൗണ്ട് റോഡ്, ഓച്ചിറ വലിയജീക്കൽ റോഡ് എന്നീ റോഡുകളുടെ നവീകരണ പ്രവൃത്തിയുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടന്നത്. ഓച്ചിറ KSRTC ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിച്ചാൽ മീൻതുള്ളി പാലം ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. 49 കോടി രൂപ ഇതിനാകെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നവീകരിച്ച 29 റോഡുകൾ നാടിന് സമർപ്പിക്കുന്നത്. 700 കോടിയോളം രൂപയാണ് ഈ റോഡുകളുടെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ദീർഘകാല സ്വപ്നം അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മെയിൻ്റനൻസ് ചെയ്യുന്നത് ഒഴിച്ചാൽ പൂർണ്ണമായും ആ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു ഫണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ശോച്യാവസ്ഥ നേരിട്ടും നാട്ടുകാർ പറഞ്ഞും അനുഭവമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 22/1/2022 ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത നിവേദനവും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് PWD NH ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു സ്വാഗതം പറഞ്ഞു. PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സജീവ് S റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, നജീബ് മണ്ണയിൽ, വരുൺ ആലപ്പാട്, കബീർ, ലീന പ്രവീൺ, BS വിനോദ, ബിജു കിളിയന്തറ, താഹ ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകം. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണെന്ന് പോലീസ്. കൊട്ടിയത്ത് വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും മോശമായി പെരുമാറിയതായി പരാതി. ലോറി കാറിലിടിച്ച് അപകടപ്പെടുത്താനും ശ്രമം. ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്നും പരാതി. ലോറി ഡ്രൈവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയും കേസ്. വ്യത്യസ്ത കേസുകളിൽ MDMAയുമായി 4 പേർ പിടിയിൽ. ഓച്ചിറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.